ശ്രീ രാജു പി നായർ. കോടതിയിൽ കിടക്കുന്ന കേസല്ലേ ഒന്നാമത്തെ എന്റെ സംശയം അങ്ങനെ പറയുന്നത്. പറഞ്ഞോളൂ ശ്രീ രാജു പി നായർ, താങ്കളുടെ സമയം. ഒരു സെക്കൻഡ്. എന്റെ സംശയം ശ്രീപത്മനാഭൻ ഹിന്ദു BJPയും അനൂപ് ക്രിസ്ത്യൻ BJP ആണോ എന്നുള്ളതാണ്. കാരണം ശ്രീപത്മനാഭൻ ഇവിടെ പറഞ്ഞത്, മാതൃഭൂമിയുടെ ഒരു വാർത്ത കോട്ട് ചെയ്ത് പറഞ്ഞത്, ഇതിനകത്ത് കൊണ്ടുപോയ പെൺകുട്ടികളിൽ ഒരാൾ അയാളുടെ സമ്മതമില്ലാതെയാണ് ഇത് കൊണ്ടുപോയതെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് BJP അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ അനൂപ് എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഛത്തീസ്ഗഡിലേക്ക് പോയതും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതും എല്ലാം കള്ളത്തരമല്ലേ? അവർ ആ തെറ്റ് മനുഷ്യക്കടത്തുന്നുള്ള അല്ലെങ്കിൽ അവരുടെ സമ്മതത്തിന് വിരുദ്ധമായ ആളെ കൊണ്ടുപോയി എന്നുള്ള ബജ്രംഗ് ദളിന്റെ വാർത്ത അല്ലെങ്കിൽ ബജ്രംഗ് ദളിന്റെ വേർഷൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ പീഡിപ്പിച്ചാണ് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയാണ് അത് മാറ്റി പറയിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ അതിനകത്ത് അല്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ആ വാദം ഇന്ന് ചർച്ചയിൽ BJPയുടെ പ്രതിനിധി ഉന്നയിക്കുകയാണെങ്കിൽ കേരളത്തിലെ ക്രിസ്തീയ സമുദായം, ഈ കേരളത്തിലെ മതേതര വിശ്വാസികൾ കൃത്യമായിട്ട് ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ തിരിച്ചറിയുക. അപ്പൊ പിന്നെ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞത്? എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞത്? അവരെ അന്യായമായിട്ടാണ് തടങ്കലിൽ പാർപ്പിച്ചതെന്ന് പറഞ്ഞ എന്തിനാ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു കള്ളത്തരം മറ്റൊരു മുഖം പ്രചരിപ്പിക്കുകയും ഈ ചർച്ചകളിൽ വന്നിരുന്ന് നിങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാരിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. അങ്ങ് കേരളത്തിലോ ഛത്തീസ്ഗഡിലോ ഒക്കെ നേരത്തെ ഉണ്ടായ ഏതോ അറസ്റ്റിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഭവത്തിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ ആ പരാതികൾ അന്വേഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് എന്താ? ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് ബജ്രംഗ് ദളിന്റെ ജ്യോതി ശർമ്മ എന്നുൾപ്പെടെയുള്ള നേതാക്കന്മാർ പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് പോലീസിന്റെ കൂടെ നിന്ന് അവരെ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് അവർ ഇതിനകത്ത് മനുഷ്യക്കടത്ത് പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ പുറത്തു വന്നില്ലേ? ഛത്തീസ്ഗഡിലെ പോലീസ് ഭരിക്കുന്നത് ബജ്രംഗ് ദളാണോ? പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ബജ്രംഗ് ദളാണോ? ഇത് ഛത്തീസ്ഗഡ് മാത്രമല്ലല്ലോ, ഈ രാജ്യത്ത് UPയിലും ഉൾപ്പെടെ ഒഡീഷയിലും ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലെല്ലാം ക്രിസ്മസ് ദിനത്തിലെ പ്രാർത്ഥനകൾ പോലും തടസ്സപ്പെടുത്താൻ ബജ്രംഗ് ദൾ ഉൾപ്പെടെ നിൽക്കുന്നത് കണ്ടില്ലേ? പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഒഡീഷയിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരല്ലേ കൂടെ ഉണ്ടായിരുന്നത്? അവരല്ലേ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവരെ ആക്രമിക്കുന്നത്? 90 വയസ്സുള്ള വയോധികനായ ഒരു വൈദികനെ പുറകിലേക്ക് കൈ കെട്ടിയിട്ട് മർദ്ദിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ ബജ്രംഗ് ദൾ അല്ലേ? എന്താണ് ഈ BJPയുടെ കാലത്ത് നമ്മൾ ഇത്തരത്തിൽ ആരോപിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്? ഇത് ഇന്നുണ്ടായ ആദ്യത്തെ സംഭവമല്ലോ? നോക്കൂ, 2014 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2014 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള വയലൻസ് 127 127. 2015 അത് 177 വർദ്ധിച്ചു. 2019 എത്തിയപ്പോൾ അത് 328. 2021 എത്തുമ്പോൾ 505 മാറി. ഇപ്പോ 2023 601, 2024 എത്തിയപ്പോൾ 834 ഇൻസിഡൻസ്, സംഭവങ്ങൾ ഇത്തരത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കുന്നതും പള്ളികൾ തകർക്കുന്നതും അവരുടെ ആരാധനാലയങ്ങൾ അതിക്രമിച്ച് കയറുന്നതും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് 834 ഇൻസിഡൻസ് ആണ് കഴിഞ്ഞ വർഷം ഈ രാജ്യത്തുണ്ടായത്. ഇത് കൃത്യമായിട്ട് ഇന്ന് ക്രിസ്തീയ സമുദായത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് BJPയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? പക്ഷെ അത് കേരളത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, കാരണം ക്രിസ്മസ് ദിനത്തിലുള്ള കേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിലുള്ള കേക്കിലൂടെ ഈ വിഷം കലർത്തിവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് BJPക്ക് അനുകൂലമാവുന്നില്ല എന്നുള്ളത് കൊണ്ട് BJP കേരളത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം എടുക്കല്ലേ? ഈ മുതലക്കണ്ണീര് ഒഴുക്കിക്കൊണ്ടല്ലേ നേരത്തെ ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ഉൾപ്പെടെ ഡൽഹിയിലെ പള്ളിയിലേക്ക് ചെല്ലുന്നത്? അല്ല, ഇതേ ഛത്തീസ്ഗഡിൽ തന്നെ പ്രാർത്ഥനാ യോഗങ്ങൾ നടന്ന ഇടത്തേക്ക് ബജറംഗ് ദൾ പ്രവർത്തകർ എത്തി ആക്രമണം നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് 8-10 പേർക്ക് പരിക്കേറ്റതാണ്. അതെ ഗോപീഷ്ണൻ, നോക്കൂ, ഛത്തീസ്ഗഡിൽ തന്നെ എത്ര സംഭവങ്ങൾ ഉണ്ടായി. നോക്കൂ, രാജ്യത്ത് മുഴുവൻ, മണിപ്പൂരിൽ ഉൾപ്പെടെ ഏകപക്ഷീയമായി ക്രിസ്ത്യൻ മിഷണറിമാരെ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം ആഗോള ക്രൈസ്തവരുടെ ഭാഗമല്ല കേരളത്തിലെ ക്രൈസ്തവർ എന്ന് ചിന്തിക്കുക. ഈ സംഘപരിവാറിന്റെ വിഷലിപ്തമായിട്ടുള്ള നയവും അവരുടെ ആക്രമണവും ഉൾപ്പെടെ നിരന്തരമായിട്ട് ഈ കേരളത്തിലെ ജനാധിപത്യ മതേതരത്വ സമൂഹം ഉയർത്തുമ്പോൾ
അതൊന്നും തങ്ങളുടെ വിഷയമല്ല, ഈ കേരളത്തിന് പുറത്തുള്ള വിഷയമാണെന്നും ഒരു ഘട്ടത്തിൽ ചില മെത്രാന്മാർ അതിനെ തള്ളിപ്പറയുകയും അവിടുത്തെ സാഹചര്യം കൊണ്ടുണ്ടായതാണ് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഈ കാബാലികരെ തിരിച്ചറിയാൻ കേരളത്തിലെ മെത്രാന്മാർക്ക് കഴിയാഞ്ഞിട്ടാണോ? അവർക്ക് അതിനുള്ള ഡാറ്റ ഇൻപുട്ട് ഇല്ലാഞ്ഞിട്ടാണോ? ബാംഗ്ലൂര് മെച്ചാഡോ ബിഷപ്പ് ഉൾപ്പെടെ ഈ ഇവർക്കെതിരെ സുപ്രീം കോടതി വരെ നടത്തുന്ന പോരാട്ടം ഇവർക്ക് അറിയാത്തതല്ലോ. പക്ഷെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ മതേതര കേരളത്തിനകത്ത് BJP കടത്തിവിട്ടാലും ശരി, തങ്ങളുടെ ലക്ഷ്യം കാണണം എന്ന് ചിന്തിക്കുന്ന ചില ക്രൈസ്തവ മെത്രാന്മാർ വിരിക്കുന്ന ചുവപ്പ് പരവതാനിയിലൂടെയാണ് ഈ വിഷലിപ്തരായിട്ടുള്ള ഈ സംഘികൾ, ഈ അക്രമകാരികൾ കേരളത്തിൽ കടന്നുകൂടുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇവർ മുസ്ലിം വിരുദ്ധത പ്രയോഗിച്ചുകൊണ്ട്, മുനമ്പം വിഷയം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനകത്ത് ഈ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ വിഭജിക്കുന്ന നയം നടപ്പിലാക്കുമ്പോൾ അതിന് ചുവപ്പ് പരവതാനി വിധിച്ച കേരളത്തിലെ ക്രൈസ്തവ മെത്രാന്മാർ ചിലർ റബ്ബറിന് താങ്ങ വില കിട്ടിയാൽ ഒരു MP കൊടുക്കാൻ അതൊക്കെ ഇപ്പൊ ഇന്ന് തിരുത്തിയല്ലോ ശ്രീ രാജു പി നായർ. ഇന്നിപ്പോ തിരുമേനിമാരൊക്കെ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? ആദ്യം ഈ പ്രശ്നം പരിഹരിക്കട്ടെ, എന്നിട്ടും ആവാം ചായ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ഒരു മിനിറ്റ്, ഈ 2 മലയാളി സിസ്റ്റർമാർ കിടക്കുന്ന ജയിലിലെത്തി അവരെ സന്ദർശിച്ച ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇടത് പ്രതിനിധി സംഘത്തിൽ അംഗമായിരുന്നു ശ്രീ A. റഹീം MP. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീ A. റഹീം ആദ്യം എന്നിട്ട് പോകുന്നതായിരിക്കും. ശരി, ഒരു 30 സെക്കൻഡ് അങ്ങ് പറഞ്ഞത് ഇന്ന് ഇവർ തിരിച്ചറിയാണ്. ഈ തിരിച്ചറിയുന്നത് ഇവർക്ക് തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയുമെല്ലാം നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ ദുരന്തഫലം അനുഭവിക്കുന്ന ഈ സമുദായത്തിൽ തന്നെ പെട്ടിട്ടുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ അതിനുള്ള നേർക്കാഴ്ച ഉണ്ടായിരുന്നല്ലോ. കേരളത്തിലെ മതേതര സമൂഹം ഇവരോട് പറഞ്ഞല്ലോ, ചെയ്യരുത്, ഇത് കടക്കൽ കത്തിവെക്കുന്നതാണ്, രണ്ടാമനെ കൂട്ടുപിടിച്ച് ഒന്നാമനെ തീർക്കാനുള്ള ശ്രമമാണ്, ആ ഒന്നാമൻ തീർന്നാൽ തിരിച്ച് രണ്ടാമനിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞല്ലോ. RSS 5 വർഷം മുമ്പ് പറഞ്ഞല്ലോ ഈ ക്രിസ്തീയ സമുദായത്തിന് മുഴുവൻ കൊടുത്തിരിക്കുന്ന പാഠം 99 വർഷത്തെയാണ്. അത് കഴിയുമ്പോൾ മുഴുവൻ ഭൂമി തിരിച്ചെടുക്കണമെന്ന് RSS അപ്പൊ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ സമുദായത്തിലുള്ള ചിലർക്ക് അത് കേൾക്കാനുള്ള കാതുണ്ടായിരുന്നില്ല. ഫാദർ പോൾ തേലക്കാട്ട് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെയും ഈ നാട്ടിലെ മനുഷ്യത്വത്തെയും സ്നേഹിക്കുന്ന മനുഷ്യർ കൃത്യമായിട്ട് അവരുടെ നേതൃത്വത്തോട് പോലും വിളിച്ചു പറഞ്ഞു. പക്ഷെ അത് കേൾക്കാനുള്ള ചെവിയില്ലാതെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി BJP കടത്തിവിട്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചവർ ഇന്ന് തിരിച്ചറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ തിരിച്ചറിയുന്നത് നാളെ ഈ വിഷയം കെട്ടടങ്ങുമ്പോൾ വീണ്ടും അവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കാനും ക്രിസ്മസ് കേക്ക് മുറിക്കാനും ആവരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി